PV അൻവർ MLA രാജി ഉറപ്പായി. നാളെ രാവിലെ സ്പീക്കറെ കാണുമെന്ന് അൻവർ പറഞ്ഞു. രാവിലെ 9 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ രാജിക്കത്ത് കൈമാറും. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. സാജു, ഈ നിയമക്കുരുക്കുകളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ച് ഔദ്യോഗികമായി TMC-യിലേക്ക് അംഗത്വം എടുത്തു പോകുമെന്നല്ലേ? സ്നേഹ, അങ്ങനെ തന്നെ വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടാൻ. നേരത്തെ അൻവർ അറിയിച്ചിരുന്നത് നിർണായക പ്രഖ്യാപനത്തിനായി നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ്. എന്നാൽ അല്പസമയം മുമ്പ് അൻവർ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നുണ്ട്. അതിനു മുന്നോടിയായി 9 മണിക്ക് സ്പീക്കറെ കാണും എന്നുള്ളതാണ്. സ്പീക്കറുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഔദ്യോഗികമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം തേടിയിട്ടില്ല. പക്ഷേ സ്പീക്കറെ ഏത് സമയം വേണമെങ്കിൽ വീട്ടിൽ പോയി ഒരു MLA-ക്ക് കാണാൻ കഴിയും. അങ്ങനെ PV അൻവർ കാണുന്നു. സ്വാഭാവികമായും അത് രാജിക്കത്ത് നൽകാനാണ് എന്നത് ഈ ഘട്ടത്തിൽ ഉറപ്പാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കണമെങ്കിൽ ഒരു സ്വതന്ത്ര MLA ആയിക്കൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി മാറാൻ കഴിയില്ല. അങ്ങനെ മാറിയാൽ അയോഗ്യത വരും. ആ അയോഗ്യത മറികടക്കാനായി രാജിവെക്കുക എന്ന ആലോചനയാണ് ഉണ്ടായിരുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ സ്പീക്കറെ നാളെ രാവിലെ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ടു മുമ്പ് കാണും എന്ന് പറഞ്ഞതോടുകൂടി ഏതാണ്ട് രാജി ഉറപ്പായിരിക്കുന്നു MLA സ്ഥാനത്ത് നിന്നുള്ള അൻവറിൻ്റെത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കൂടി ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട്. ഇന്ന് ഈ തീരുമാനങ്ങളിലേക്കൊക്കെ PV അൻവർ എത്തുന്നത് മമതാ ബാനർജിയുമായി കൊൽക്കത്തയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. ആ കൂടിക്കാഴ്ചയിൽ ചില ഉറപ്പുകൾ PV അൻവറിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വേണം നമ്മൾ മനസ്സിലാക്കാൻ. MLA സ്ഥാനം രാജിവെച്ച് മുന്നോട്ട് പോയിക്കോളൂ. ഏതെങ്കിലും അർത്ഥത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അതിനെ മറികടക്കാൻ ആവശ്യമായ നടപടികൾ TMC-യുടെ ഭാഗത്തുനിന്നുണ്ടാവും, സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് മമതാ ബാനർജി ഒരുപക്ഷെ നേരിട്ട് PV അൻവറിന് കൈമാറിയേക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അൻവർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹ, സാജു, അതോടൊപ്പം തന്നെ ഈ മമതാ ബാനർജി കേരളത്തിലേക്ക് അടക്കം വരുന്നു എന്ന സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ബംഗാളിൽ മാത്രമല്ല കൂടുതൽ ഇടങ്ങളിലേക്ക് TMC വിപുലപ്പെടുത്തുക, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് അൻവർ കൂടി TMC-ക്കൊപ്പം ഒരുപക്ഷെ നാളെ രാജിവെച്ച് ഉറച്ചു നിൽക്കാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടാകും അല്ലേ? അൻവറിനെ സംബന്ധിച്ചിടത്തോളം LDF-ൽ നിന്ന് ഇറങ്ങി UDF പാളയത്തിലേക്ക് എത്തപ്പെടാൻ വേഗത്തിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞില്ല. അപ്പോൾ അൻവറിനൊരു തണൽ ആവശ്യമായിരുന്നു. ആ തണൽ എന്ന നിലയിൽ ആണ് അൻവർ തൃണമൂൽ കോൺഗ്രസിനെ സമീപിക്കുകയും അതിൽ അവിടെ അംഗത്വം എടുക്കുന്ന കാര്യത്തിലൊക്കെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. അൻവറിനെ 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകും എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. PV അൻവർ പാർട്ടിയുടെ ഭാഗമാകുന്നതോടെ സംസ്ഥാനമൊട്ടാകെ TMC-ക്ക് കൂടുതൽ ഘടകങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലയിൽ തന്നെയൊക്കെ ആയിരിക്കും അവർ കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ മാർച്ചോടുകൂടി മമതാ ബാനർജി കേരളത്തിലെത്തുമെന്ന സൂചനകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ അംഗത്വം രാജിവെക്കുന്നതോടുകൂടി നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അവിടെ PV അൻവർ വീണ്ടും മത്സരിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം തോറ്റുപോയാലും രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് നൽകാമെന്ന ഓഫർ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും സൂചനകളും. 4 മാസത്തിന് ശേഷം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലൂടെ അങ്ങനെ അങ്ങ് തോറ്റുപോവുകയാണെങ്കിൽ അൻവറിനെ സംരക്ഷിക്കപ്പെടും എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. അതിന് സാധ്യമായില്ലെങ്കിൽ അൻവറിന്റെ ഈ രാഷ്ട്രീയ പരീക്ഷണം പരാജയമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അത് നിലമ്പൂരിൽ തുടങ്ങി നിലമ്പൂരിൽ ഒടുങ്ങുന്നത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അവിടെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചുവടുകൾ പിഴച്ചത് LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ അറസ്റ്റിന് ശേഷം UDF ചില പിന്തുണകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അദ്ദേഹത്തോടുള്ള പ്രതികാരം തീർക്കുകയാണ് സർക്കാർ എന്ന നിലയിലായിരുന്നു അൻവറിന്റെ അറസ്റ്റിനെ UDF കൈകാര്യം ചെയ്തത്. തുടർന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചു ഇനി ഞാൻ UDF-ന് ഒപ്പം നീങ്ങുകയാണ് എന്ന്. പക്ഷെ അത് ലീഗ് നേതാക്കളുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിനെ വളർത്തിക്കൊണ്ടു പോകാനായി PV അൻവറിന് കഴിഞ്ഞില്ല. കാരണം UDF-ൽ കോൺഗ്രസിൽ നിന്നും വലിയ